തനി നാടൻ കൂർക്ക ചാളത്തോരൻ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാട്ടോ. അതും ചൂടൻ ചോറിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ചായയുടെ ഒപ്പം കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. ഹായ് ഹലോ, എല്ലാവർക്കും മോംസ് കിച്ചൺ ആൻഡ് ഫാൽമി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാട്ടോ. എടുത്തിരിക്കുന്നത് 1/2 കിലോ ചാളയാട്ടോ. ഇത് കഴുകി ക്ലീനാക്കി എടുത്തിരിക്കുന്നതാണ്. അതുപോലെ കൂർക്ക ഒരു 250 ഗ്രാം, ഇതും കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാട്ടോ. അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം തന്നെ ഈ കൂർക്കയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ബാക്കി പൊടികളിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചാളയൊന്ന് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയത് കുറച്ച് ചുവന്നുള്ളി. ഞാനിവിടെ ഒരു ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ട് കുറച്ച് ചുവന്നുള്ളി, അതായത് ഏകദേശം ഇത്ര വലിപ്പമുള്ള ചുവന്നുള്ളി ആയതുകൊണ്ട് കേട്ടോ, ഒരു 10-12 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, കീറിയ 3 പച്ചമുളക്, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കഴുകിയ കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇനി പൊടികളാട്ടോ. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു 1.5 ടീസ്പൂൺ നമുക്ക് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1.5 ടീസ്പൂൺ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി വേണേ. അത് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൊടുത്തോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര നമുക്ക് പൊടികളായിട്ട് വേണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒരു കുടപ്പുളി കഷ്ണം കൂടി വേണേ. ഞാൻ വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ആവശ്യത്തിന് ഒന്ന് വെന്ത് കിട്ടാനായിട്ടുള്ള ഇത് മാത്രം വെള്ളം മതി കേട്ടോ. ഈ വെള്ളം നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം, വേവിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് പൊടികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്, കാരണം ഞാൻ കുടപ്പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതുകൊണ്ടാണ് ഞാൻ വെള്ളം ഡയറക്റ്റ് ഒഴിച്ച് തരുന്നത് കേട്ടോ. ഇപ്പോൾ വെള്ളം ഒന്ന് തിളച്ചിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുത്താലും മതി. നമുക്ക് നേരെ ഇത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം കേട്ടോ. ഇത് വെന്ത് കിട്ടണം കേട്ടോ. വെന്ത് കിട്ടുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം കൂടി ഒന്ന് പറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഇനി തിളക്കട്ടെ കേട്ടോ, തിളച്ച് വേവട്ടെ. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ചൊരു വെള്ളം പറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. തീ കുറച്ച് വെച്ച് വേവിക്കാൻ മറക്കരുത് കേട്ടോ. തീ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ ഏകദേശം വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പറ്റി വരട്ടെ കേട്ടോ. അത്ര നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചു കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അടച്ചു വെച്ചൊരു വെള്ളം പറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാവേ. തീ കുറച്ച് വെച്ച് വേവിക്കാൻ മറക്കരുത് കേട്ടോ. തീ ഒന്ന് വെന്ത് കിട്ടട്ടെ. ഇപ്പോൾ ഏകദേശം വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് പറ്റി വരട്ടെ കേട്ടോ. അത്ര നേരം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും അടിയിൽ പിടിക്കേ. അപ്പോൾ ഇപ്പോൾ ശരിക്കും വെള്ളം ഒക്കെ കഴിഞ്ഞ് വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇനി തീ ഒന്ന് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ മുള്ളൊന്ന് ഞാൻ കളയട്ടെ. മീനിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല കേട്ടോ. കുറച്ചല്ലേ, നമ്മൾ 1/2 കിലോ മീനല്ലേ എടുത്തുള്ളൂ. മുള്ളൊക്കെ കളഞ്ഞു കേട്ടോ. ഇപ്പം മുള്ളൊന്നുമില്ല. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഊറ്റി വെച്ചിരുന്ന കൂർക്കയാണേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പുളി അവിടെ തന്നെ കിടന്നോട്ടെ.
കാരണം കൂർക്കയിലേക്ക് ആ പുളിയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി തീ ഓൺ ചെയ്തിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. കൂർക്കയിലുള്ള വെള്ളമൊക്കെ ഒന്നും കൂടി ഇതിലേക്ക് ആയി വന്നോളൂ. ഇതാ ശരിക്കും ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങി കേട്ടോ. വെള്ളം എന്ന് പറഞ്ഞാൽ കൂർക്കയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഞാനിപ്പോൾ ഒന്നും കൂടി ചെറുതീയിൽ വെച്ചു കേട്ടോ. അപ്പോൾ കൂർക്കത് എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടോ. ഉപ്പുണ്ടോ അല്ലെങ്കിൽ എരിവുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നോക്കണേ. ഞാനിവിടെ എരിവ് ഇത്തിരി കൂടുതലാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ര മുളക് പൊടി എടുക്കണ്ടായിരുന്നെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. എരിവ് അത്രയ്ക്ക് വേണ്ടെങ്കിൽ. ഇത് നല്ല എരിവുണ്ട്, പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിച്ചിടാം. താളിച്ചിടാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഒരു 4 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്. വെളിച്ചെണ്ണ ചൂടായിക്കോട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടായി വരണുള്ളേ. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ കൂർക്ക ചാളത്തോരന്. ശരിക്കും പറഞ്ഞാൽ ഇത് തൃശ്ശൂർ സ്റ്റൈലാട്ടോ ശരിക്കും ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത്. ഇതെൻ്റെ ചേച്ചിയുടെ വീട്ടിലൊക്കെ സ്ഥിരം വെക്കാറുള്ളതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ഈ കൂർക്കയും ചാളയൊക്കെ ഇട്ട് കഴിച്ചത് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചായക്കൊപ്പം അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനൊക്കെ അല്ലേ നല്ല ടേസ്റ്റായിട്ടോ. ഇനി ആ കൂർക്കയിലേക്ക് ആ പുളിയൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. ഒന്ന് ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചാളമത്തി തോരൻ റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.